ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാട്ടിൽ വന്നേ പിന്നെ രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാനൊക്കെ ഇറങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതി തൃക്കുളം ശിവക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. 10 മണിക്കാണ് ജിമ്മ്. നേരത്തെ രാവിലെ തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. 10 മണി മുതലാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകാറുള്ളത്. അപ്പോൾ അവളുടെയും എൻ്റെയും കൂടെ ടൈം കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ഞങ്ങൾ 10 മണി എന്നുള്ളത് സെലക്ട് ചെയ്തത്. ഒരാളും കൂടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് മടിയായിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫുൾ വർക്കൗട്ട് തന്നെയായിരിക്കും. ഒരുപാട് വർക്കൗട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് മെല്ലെ പതുക്കെയാണ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഡയറ്റൊന്നും ഫോളോ ചെയ്യണമില്ല, ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക അത്രമാത്രം. എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെ ലേഡീസും ജെൻസും ഉള്ള മിക്സഡ് ആയിട്ടുള്ള ജിമ്മാണ് കേട്ടോ. ലേഡീസിൻ്റെ മാത്രം ജിമ്മിൽ ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര മെഷീൻസ് ഒന്നുമില്ല. അവിടെ കൂടുതൽ ഫ്ലോർ വർക്കൗട്ട് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിത് മിക്സഡ് ആയിട്ടുള്ളതിലേക്ക് ജോയിൻ ചെയ്തത്. ഇവിടെ ഫ്ലോർ വർക്കൗട്ട് ഉണ്ട് കേട്ടോ. ഫ്ലോർ വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഈ മെഷീൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ട്രെയിനർ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കറക്റ്റ് എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയായിരുന്നു ഇത്രയും സ്പീഡിലൊന്നും ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഞാനത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത്ര സ്പീഡിലായത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ. ജിമ്മ് കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ജിം വെയർ ആയിരുന്നു. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കണ്ടു നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജിം വെയർ ആണ്. ഉച്ചയ്ക്ക് ഞാൻ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബിരിയാണിയാണ്, പക്ഷേ ഇതിൽ ചിക്കൻ ഇല്ല കേട്ടോ. റൈസ് മാത്രമായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ചിക്കൻ ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് റൈസ് മാത്രം എടുത്ത് കഴിച്ചു. അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇതും. ഫുഡ് കഴിച്ച് നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ അവിടെ നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. കാരണം ഈദിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയ സമയത്ത് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. ഇത് ചെമ്മാടുന്ന് കൊടിഞ്ഞിയിലേക്ക് പോകുമ്പോഴുള്ള റോഡ് സൈഡിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. പാടത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ ഈ സ്ഥലം കാണാൻ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും താങ്ക്